നമസ്കാരം. പൊതുജനം കഴുതയല്ല എന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾ കോർക്കാനുമുള്ള ജനകീയ വാർത്താ ബുള്ളറ്റിനിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടെ CPIM-ലും CPI-ലും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനമാണ്. സംസ്ഥാനത്തെ നേതൃസമിതികൾ പിരിച്ചുവിടണമെന്നും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതെന്നുമാണ് ഇടതു പാർട്ടികളുടെ യോഗങ്ങളിലുയരുന്ന വിമർശനങ്ങൾ. താഴെത്തട്ടിൽ നിന്നുയരുന്ന ആത്മാർത്ഥമായ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്താൻ നേതൃത്വം തയ്യാറാകുമോ, അതോ മുൻകാലങ്ങളിലെ പോലെ തിരുത്തൽ വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമോ എന്നാണ് അറിയാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട് കാണാതെ മരം കാണുന്നവരോ. വിമർശനവും സ്വയം വിമർശനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജീവൻ. 10 കൊല്ലത്തെ തുടർഭരണത്തിന്റെ സുഖസുഷുപ്തിയിൽ കേരളത്തിലെ CPIM-ഉം CPI-യും ഇതെല്ലാം മറന്നിരിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അവരെ ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിരിക്കുന്നു. ഇനിയൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തത്ര ആഴത്തിലേക്കാണ് പാർട്ടിയും മുന്നണിയും നിവദിച്ചിരിക്കുന്നതെന്ന ആശങ്ക ജില്ലാതലം മുതൽ താഴേക്കുള്ള നേതാക്കളിലും പ്രവർത്തകരിലുമുണ്ട്. ആ ആശങ്കയിൽ നിന്നാണ് താഴെത്തട്ടിലുള്ളവർ പോളിറ്റ് ബ്യൂറോ മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കളെ തിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPIM സംസ്ഥാന സമിതിയിൽ പിണറായി വിജയന് പ്രത്യേക സുരക്ഷയൊരുക്കുകയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വിമർശനമാണ് നടന്നത്. എന്നാൽ നഷ്ടപ്പെടാൻ കാര്യമായി ഒന്നുമില്ലാത്ത നേതാക്കളുള്ള ജില്ലാ തലം മുതൽ താഴേക്കുള്ള പാർട്ടി ഘടകങ്ങളിൽ ആ ദാക്ഷിണ്യൊന്നും ഉണ്ടായില്ല. പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനം അരങ്ങേറി. നേതൃത്വം മാറണം, സംസ്ഥാന സെക്രട്ടറി തികഞ്ഞ പരാജയം, സംസ്ഥാന സെക്രട്ടേറിയറ്റും സമിതിയും പിരിച്ചുവിടണം, നേതാക്കളുടെ ധാർഷ്ട്യവും ധിക്കാരവുമാണ് ജനങ്ങളെ വെറുപ്പിച്ചത്. തോറ്റ ശേഷവും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് ജനങ്ങളോടുള്ള വെല്ലുവിളി. പിണറായിയെ വെച്ച് ഇനിയും മുന്നോട്ട് പോയാൽ തോൽക്കും, തിരുത്തൽ മുകളിൽ നിന്ന് തുടങ്ങണം എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് CPIM-ന്റെ ജില്ലാ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാന പ്ലീനം വിളിച്ച് തിരുത്തൽ നടപടി വേണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും CPIM നേതൃയോഗങ്ങളിൽ ഉയരുന്നുണ്ട്. അല്ല, വിമർശനങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾ പരിശോധിച്ച ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. 5-ാം തീയതിയും 6-ാം തീയതി 7-ാം തീയതി 8-ാം തീയതി വരെയുള്ള 3 ദിവസക്കാലം നമ്മൾ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ചർച്ചയും അനുഷ്ഠാനപ്പെടുന്ന നിലപാടുകളും 8-ാം തീയതി കഴിഞ്ഞ് 8-ാം തീയതി രാത്രിയോ അല്ലെങ്കിൽ 9-ാം തീയതിയോ നിങ്ങളോട് എല്ലാവരോടും പറയും. CPI-യുടെ ജില്ലാതല യോഗങ്ങളിലും സമാനമായ വിമർശനങ്ങളുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെ പിടിപ്പുകേട്, പാർട്ടി CPIM-ന്റെ B ടീമായി മാറി, തിരുത്തൽ ശക്തിയാകാൻ കഴിഞ്ഞില്ല, തെറ്റായ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തിയില്ല, നേതാക്കൾക്ക് കമ്മ്യൂണിസ്റ്റ് ശൈലി നഷ്ടപ്പെട്ടു തുടങ്ങിയവയാണ് CPI നേതൃയോഗങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ. തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് വിരട്ടുന്നതും CPI-യിൽ കാണാം. എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്തതായി ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന കണ്ടു. രേഖാമൂലം എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. 56 വർഷക്കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുക. അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടി ഘടകത്തിൽ പാർട്ടി മെമ്പറായി തുടരുക എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനും അത് അപമാനകരമായിരിക്കും. താഴെത്തട്ടിൽ വരെയുള്ള പാർട്ടി അംഗങ്ങളെ കേട്ട ശേഷം പരാജയത്തിന് കാരണമായത് എന്തൊക്കെയെന്ന് വിലയിരുത്താനാണ് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും തീരുമാനം. താഴെത്തട്ടിൽ നിന്ന് ഉയർന്ന വിമർശനത്തെ അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാനും തിരുത്താനും സംസ്ഥാന നേതൃത്വങ്ങൾ വിശാല ജനാധിപത്യ മനസ്സ് കാണിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. തോൽവിക്ക് കാരണക്കാരൻ പിണറായി വിജയനോ MV ഗോവിന്ദനോ ബിനോയ് വിശ്വമോ ആണെങ്കിൽ അവരുടെ പോക്ക് തെറ്റായ ദിശയിലേക്കെന്ന് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കാതിരുന്ന ഇതര സംസ്ഥാന നേതാക്കൾക്കും തോൽവിയിൽ അത്രയും തന്നെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ താഴെത്തട്ടിലുള്ളവരല്ല തിരുത്തേണ്ടത്, മുകൾത്തട്ടിലുള്ളവരാണെന്ന് വ്യക്തമാണ്. അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഈ നേതൃത്വത്തെ കാത്തിരിക്കുന്നത് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടക്കുന്ന ചർച്ചയെപ്പറ്റി കൊല്ലത്തെ ഒരു ചായക്കടയിൽ വെച്ച് ഒരു ബ്രാഞ്ച് സെക്രട്ടറി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: തെങ്ങിൻ്റെ തായ്തടിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമത്രയും തെങ്ങിൻ്റെ മണ്ടയിലാണ്. അവിടെ മുഴുവൻ ചെല്ലി കയറി തുരന്ന് നശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും തുരപ്പൻ ചെല്ലി താഴേക്ക് വന്ന് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉൾപാർട്ടി ചർച്ചയെ ഇത്രമേൽ സരളമായി വിശദീകരിച്ച കൊല്ലത്തെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ലാൽ സലാം. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു, വിമർശനങ്ങൾ പാർട്ടി ഗൗരവത്തിൽ എടുത്തില്ലെങ്കിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന കാര്യം.
അതോടൊപ്പം തന്നെ മറ്റ് നിരവധി പ്രേക്ഷകരും പറയുന്നുണ്ട്. നൌഷാദ് പുന്നത്തല പറയുന്നു, തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് CPM ഭേദപ്പെടില്ല. താഴെത്തട്ട് മുതൽ അടിമുടി മാറണം. CPM നാടിനാവശ്യമാണ്. ആ പാർട്ടി അതിൻ്റെ നേതാക്കൾ നശിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. രവികുമാർ പറയുന്നുണ്ട്, തെറ്റുതിരുത്തി ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അല്ലാതെ കമ്മിറ്റി കൂടി പരസ്പരം പഴിചാരുകയല്ല പാർട്ടി ചെയ്യേണ്ടത് എന്ന്. ഇബ്രാഹിം KSA പറയുന്നു, രാജാവ് നഗ്നനാണെന്ന് പറയാൻ ധൈര്യമുള്ള ആണുങ്ങളില്ല. കുട്ടികൾ, പാവങ്ങൾ തെരുവിൽ അടിവാങ്ങുന്നത് ഇത്തരം വാർത്ത വരാതിരിക്കാനാണെന്ന്. മോഹനൻ പിലാത്തറ പറയുന്നു, ഏതൊരു പാർട്ടിയായാലും പരാജയവും വിജയവും ഉണ്ടാകും, എന്നാൽ പരാജയത്തിനൊരു വ്യക്തിയായി കാണാൻ പറ്റില്ല. കുടുംബത്തിലെന്ന പോലെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നീക്കുപോക്കുകൾ ആവശ്യമായി വന്നേക്കാം. നിസാം കൊല്ലം പറയുന്നു, എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ. തോമസ് മാത്യു പറയുന്നു, CPM എന്ന പാർട്ടി നമ്മുടെ രാജ്യത്ത് വേണം, ഇല്ലെങ്കിൽ രാജ്യം നശിക്കും, നേതാക്കൾ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ സാധാരണക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അവരൊക്കെ CPIM നിലനിൽക്കണം എന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ നേതൃത്വം ഈ വിമർശനങ്ങൾ ഉൾക്കൊള്ളുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യണം എന്ന പക്ഷക്കാരുമാണ്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. രാജ്യത്തെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും CBSE വെബ്സൈറ്റ് തകരാറിലുമൊക്കെ നിശബ്ദരായി ഇരിക്കുകയാണ് പ്രതിപക്ഷം. വിദ്യാർത്ഥി സംഘടനകളല്ലാതെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം രാജ്യം ഇതുവരെയും ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. ശബ്ദിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതായതോടെ യുവജനരോഷം രാജ്യം ഇതുവരെ കാണാത്ത പല മുന്നേറ്റങ്ങൾക്കും വഴിവെക്കുകയാണ്. ഈ നിലയിലുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എവിടെയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ? കാണാം ഡൽഹിയിൽ നിന്ന് അച്യുതൻ്റെ റിപ്പോർട്ട്, പ്രതിപക്ഷത്തെ കാണാനില്ലേ. ഈ അടുത്തിടെ രാജ്യം കണ്ട വലിയ മുന്നേറ്റമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മുന്നേറ്റം ഉണ്ടായത് എന്നതിന്റെ ഉത്തരവും ലളിതമാണ്. രാജ്യത്തെ യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ശബ്ദമുയർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാത്തതാണ് അതിന് കാരണവും. ഈ അടുത്തിടെ സംഭവിച്ച കേന്ദ്ര സർക്കാരിന്റെ വൻ വീഴ്ചയായിരുന്നു നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച. 2024 നീറ്റ് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് രാജ്യം കരുതി. എന്നാൽ ഈ മാസം നടന്ന നീറ്റ് UG പരീക്ഷ ആ പ്രതീക്ഷകൾ തെറ്റിച്ചു. ചോദ്യപേപ്പർ വീണ്ടും ചോർന്നു. ചോർച്ചയ്ക്ക് പിന്നിൽ NDA ഉദ്യോഗസ്ഥരുടെ അടക്കം പങ്ക് പുറത്തുവന്നു. നീറ്റ് UG പരീക്ഷ നടത്തിപ്പിലെ വീഴ്ച പുറത്തു വന്നിട്ടും രാജ്യത്ത് കാര്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി പോലും പ്രതിഷേധങ്ങളിൽ നിന്ന് അകലം പാലിച്ചു. NSUയും യൂത്ത് കോൺഗ്രസും മാത്രമാണ് വിഷയത്തിൽ പ്രതിഷേധിച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് ശേഷം CBSE വെബ്സൈറ്റിലുണ്ടായ തകരാറും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ബാധിച്ചത്. ഇതൊരു തുടർ പരമ്പര പോലെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നീറ്റിൻ്റെ ആണെങ്കിലും അന്ന് നമ്മൾ വിചാരിച്ചു അന്ന് മാത്രമേ അത് ഉണ്ടാവത്തുള്ളൂ എന്ന് വിചാരിച്ചു. അത് പിന്നെയും കണ്ടിന്യൂ ചെയ്തു പോയി. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇപ്പം കച്ചവടം മാത്രമല്ല, അതിന് കിട്ടേണ്ട മൂല്യം ഇപ്പം കിട്ടുന്നില്ല എന്നും കൂടി ഉള്ളൊരു തോന്നൽ വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമ്മുടെ ഭാവിയെ ആശങ്കയിലാഴ്ത്തുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റും NTA മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇതിന് വേണ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവർ ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് നമുക്ക് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ പറയാനുള്ളത്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വിമർശനങ്ങൾക്കപ്പുറം തെരുവിലിറങ്ങാൻ ഒരു പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോഴും ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി തർക്കം പരിഹരിക്കുന്ന തിരക്കിലാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിനും പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നില്ല എന്നതാണ് സാരം. തൊഴിലില്ലാത്ത യുവാക്കളെക്കുറിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശവും അതിനെ തുടർന്നുണ്ടായ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന മുന്നേറ്റവും രാജ്യത്തെ യുവാക്കളുടെ അമർഷം എന്താണെന്ന് തെളിയിച്ചു. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ മുന്നേറ്റമായി CJP മാറി. പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയാത്തത് ഓരോ മുന്നേറ്റങ്ങളിലൂടെ നേടിയെടുക്കേണ്ട സ്ഥിതിയിലെത്തി. നോയിഡയിൽ വേതന വർധനവിനായി തൊഴിലാളികൾ പ്രതിഷേധിച്ചപ്പോഴും നേരിട്ടെത്തി പിന്തുണ നൽകാൻ ഡൽഹിയിലുണ്ടായിരുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളുടെ ശബ്ദമാകേണ്ട പ്രതിപക്ഷം നിഷ്ക്രിയമായി എന്ന വിമർശനവും പൊതുസമൂഹത്തിലുണ്ട്. വേറിട്ടൊരു പ്രതിപക്ഷം രാജ്യത്തുണ്ട് എന്നുകൂടിയാണ് CJPയുടെ ഉദയത്തിൽ പ്രതിഫലിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE വെബ്സൈറ്റ് തകരാറ്, ഇന്ധനവില എന്നിങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ അനവധിയാണ്. എന്നാൽ പ്രശ്നം
ശബ്ദമുയർത്താനോ ചർച്ച ചെയ്യാനോ പ്രതിപക്ഷമില്ല എന്നതും. ആർ അച്യുതൻ, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. വനജ PR പറയുന്നു, കുട്ടികളുടെ എത്ര നാളത്തെ പരിശ്രമമാണ് വെറുതെ ആയത്, കുട്ടികളുടെ വിഷമം കാണാതെ പോകരുത്. മാൽക്കം ഗോമസ് പറയുന്നു, പ്രതിപക്ഷം എങ്ങനെ ശബ്ദിക്കും, മോദി വിദേശ പര്യടനത്തിന് പോയില്ലേ എന്ന്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഈ സർക്കാരുകളുടെ ഭരണവീഴ്ചകൾ തുറന്നു കാട്ടുന്നതാണ് എവിടെയും പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്നത്. അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് ഉന്നയിക്കുക, അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ കടമ കൂടിയാണ്. രാജ്യത്ത് ഇത്രയും വലിയ വിഷയം നടന്നിട്ടും ഈ പ്രതിപക്ഷം ഇതെവിടെയാണ് എന്ന് ജനങ്ങൾ ചോദിക്കുന്നതിൽ ഒരു അസ്വാഭാവികതയും കാണാൻ കഴിയില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഇന്ന് തന്നെ കർണാടക സംബന്ധിച്ച് മണിക്കൂറുകൾ, കർണാടകയിലെ ഭരണത്തെ സംബന്ധിച്ച മണിക്കൂറുകൾ നീണ്ട ചർച്ചയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള ചർച്ചയിലായിരുന്നു. അത് കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല, CPIM-ഉം ഈ കേരളത്തിലെ തോൽവി അടക്കമുള്ള കാര്യങ്ങളിൽ ആ നിലയിൽ ചർച്ചയോട് ചർച്ചയാണ്. പ്രതിപക്ഷം എവിടെ എന്ന് ജനം ഈ സമയം ചോദിക്കുമ്പോഴാണ് CJP പോലുള്ള, കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള ചില ഈ വ്യക്തമായ മുഖമില്ലാത്ത ചില ഗ്രൂപ്പുകളുടെ കടന്നുവരവ് എന്നതും കാണാതിരിക്കരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.